ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഇരുന്നുകൊണ്ട് ഈശോയെ ധ്യാനിക്കണം എന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്നത്. അമ്മയുടെ കൂടെ ആയിരിക്കുവാനും അമ്മയെ മനസ്സിലാക്കുവാനുമായിട്ട് ഇതാ കുറച്ച് ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ആയിരിക്കുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ പരിശുദ്ധ മറിയത്തെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ചില ദിവസങ്ങളുണ്ട്. സെപ്റ്റംബർ 8-ാം തീയതി ജനന തിരുനാൾ, ഡിസംബർ 8-ാം തീയതി അമരോത്ഭവ തിരുനാൾ, പിറവിക്കാലത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ദൈവമാതാവിന്റെ തിരുനാൾ, മാർച്ച് 25-ാം തീയതി മംഗളവാർത്ത തിരുനാൾ, ആഗസ്റ്റ് 15-ാം തീയതി സ്വർഗാരോഹണ തിരുനാൾ. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആചരിക്കുകയും കൊണ്ടാടുകയും ചെയ്യുന്നു. ഏറ്റവും പരിശുദ്ധിയായ കന്യാമറിയം അവളുടെ ഭൗതിക ജീവിതം അവസാനിപ്പിച്ച് ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുക. ദൈവമായ കർത്താവ് തൻ്റെ പുത്രനായ ഈശോ മിശിഹായ്ക്ക് പിറക്കുവാനായിട്ട് അനാദി മുതൽ തിരഞ്ഞെടുത്ത പരിശുദ്ധ മറിയം തൻ്റെ ജീവിതത്തിൽ ജന്മഭാവമില്ലാതെ പരിശുദ്ധമായി ജീവിച്ചതിനാൽ അവളെ ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കുവാൻ ദൈവം തീരുമാനിച്ചായി. ആയതിനാൽ 1950 നവംബർ 1-ാം തീയതി മുനി ഫെൻചെന്തിസിമൂസ് ദേവൂസ് എന്ന് പറയുന്ന തിരുവെഴുത്ത് വഴി 12-ാം പിയൂസ് മാർപ്പാപ്പ ഇതൊരു വിശ്വാസസത്യമായി സഭയിൽ അംഗീകരിക്കുകയുണ്ടായി. ആയതിനാൽ ഓഗസ്റ്റ് 1 മുതൽ നമുക്ക് ഇതിനായിട്ടൊരു പ്രിപ്പറേഷനാണ്. പരിശുദ്ധ അമ്മയോട് കൂടി ഇരിക്കുവാനും അമ്മയോടൊത്ത് ധ്യാനിക്കുവാനും അമ്മയിൽ വിളങ്ങി നിന്നിരുന്ന പുണ്യങ്ങളും സുഹൃതങ്ങളും വചനത്തോടുള്ള തുറവിയും നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൺസ് ലിഗോറി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലം വേണമെങ്കിൽ നാം വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് പോയേ തീരും. ആയതിനാൽ ഈശോയെ കാണുവാനും ഈശോയെ സ്നേഹിക്കുവാനും നമ്മെ പ്രാപ്തരാക്കുന്നത് മറിയമാണ്. അതിനാൽ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ രക്ഷകനാഥനുമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ ഈ തിരുനാൾ നമുക്ക് ഒരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.